പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ പിതാവായ ദൈവത്തിന്റെയും പുത്രനായ യേശു ക്രിസ്തുവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും അനുഗ്രഹവും സമാധാനവും നിങ്ങളോട് കൂടെ. ഈശോയെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, മണ്ണിനെയും വെണ്ണിനെയും സൃഷ്ടിച്ചത്, ആഴികളെയും ആകാശഗോളങ്ങളെയും സൃഷ്ടിച്ചത്, ആകാശത്തിനും ഭൂമിക്ക് മധ്യ ഇടമില്ലാത്ത വിധത്തിൽ ശിക്ഷകൾ ഏറ്റുവാങ്ങി അനന്തമായ ആകാശത്തിന് വിശാലമായ ഭൂമിക്ക് മധ്യ ആരാലും ഉപേക്ഷിക്കപ്പെട്ടു തിരസ്കരണത്തിൻ്റെയും നിന്ദനത്തിൻ്റെയും ഒറ്റപ്പെടുത്തലിൻ്റെയും കഠിന വേദനകൾ ഏറ്റുവാങ്ങി മരണം വരിച്ചതിൻ്റെ ഓർമ്മയുമായി നമ്മളിന്ന് കർത്താവിൻ്റെ മൗലിക ശരീരത്തിൽ ചാരി ഒരുമിച്ച് കൊണ്ടിരിക്കുകയും കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു, ഇനി ഒരിക്കലും മരിക്കില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി ഞാൻ എന്നും ജീവിക്കുന്നു എന്ന് നമുക്ക് ഓർമ്മ നൽകുന്നതിന് വേണ്ടി കർത്താവ് മരിച്ചതുപോലെ മരിക്കാൻ, കർത്താവ് ജീവിതത്തിലേക്ക് പ്രവേശിച്ചതുപോലെ ഒരു പുനരുദ്ധാനത്തിൻ്റെ ജീവിതത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകാൻ വലിയ പ്രതീക്ഷയുടെ സുവിശേഷമാക്കുകയാണ് കർത്താവ് ഇന്നും ഇവിടെ.
കർത്താവ് ഈ ഭൂമിയിൽ മരിക്കുന്നതിന് വേണ്ടി ജീവിച്ചുവെങ്കിൽ കർത്താവ് മരിച്ചത് നമുക്കൊക്കെ ജീവൻ നൽകുന്നതിന് വേണ്ടിയാണ്. ആദിപാപത്തിൻ്റെ അടയാളമായി സ്വർഗം നഷ്ടപ്പെട്ടു പോയെങ്കിൽ പറുദീസായുടെ വാതിലുകൾ എന്നേക്കുമായി മനുഷ്യന് വേണ്ടി അടഞ്ഞുപോയെങ്കിൽ കർത്താവിൻ്റെ സകല മരണങ്ങളിലൂടെ അടഞ്ഞുപോയ സ്വർഗത്തിൻ്റെ വാതിൽ, പറുദീസായുടെ വാതിൽ എന്നേക്കുമായി തുറക്കപ്പെട്ടു എന്നത് ഒരു വലിയ സത്യമായി നിലനിൽക്കുന്നു. ജീവിതത്തിൽ പാപങ്ങളുണ്ടാകുമ്പോൾ അടയ്ക്കപ്പെടുന്ന സ്വർഗ കവാടങ്ങളൊക്കെ നമുക്ക് വേണ്ടി തുറക്കപ്പെടുന്നത് നമ്മൾ കർത്താവിൻ്റെ ജീവസത്ത ഉത്ഥാനത്തിലേക്ക് വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ നോക്കി നിൽക്കുമ്പോഴാണ്. ഇന്ന് ഈ ദുഃഖവെള്ളിയാഴ്ച കർത്താവിൻ്റെ കബറിടത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കും ഈശോയെ പ്രാർത്ഥിക്കാം. ഈശോയെ പോലെ മരിക്കാൻ, ഈശോയെ പോലെ ഉദ്ധാനം ചെയ്യാൻ, ഈശോയെ പോലെ സ്വർഗം സ്വന്തമാക്കി മാറ്റാൻ നമ്മെ ഓരോരുത്തരെയും പ്രാപ്തരാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിശുദ്ധ തിരുക്കർമ്മത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഗായിക സംഘത്തോട് ചേർന്ന് നിന്റെ ക്രൂസിനെ നാഥ എന്ന് തുടങ്ങുന്ന സങ്കീർത്തനഗാനം ഭക്തിയോടെ നമുക്ക് ആരംഭിക്കാം. കർത്താവ് നിങ്ങളോടുകൂടെ. യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. യഹൂദരോടുള്ള ഭയനിമിത്തം യേശുവിൻ്റെ രഹസ്യ ശിഷ്യനായി കഴിയുന്ന അരിമത്തേക്കാരനായ ജോസഫ് യേശുവിൻ്റെ ശരീരം എടുത്തു മാറ്റാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പീലാത്തോസ് അനുവാദം നൽകി. അവൻ വന്ന് ശരീരം എടുത്തു മാറ്റി. യേശുവിനെ ആദ്യം രാത്രിയിൽ ചെന്ന് കണ്ട നിക്കോദേമോസും അവിടെ എത്തി. നീറയിൽ ചെന്നിനായകവും ചേർന്ന ഏകദേശം 100 റാത്തൽ സുഗന്ധദ്രവ്യവും അവർ കൊണ്ടുവന്നിരുന്നു. അവൻ യേശുവിൻ്റെ ശരീരം എടുത്ത് യഹൂദരുടെ ശവസംസ്കാര രീതി അനുസരിച്ച് സുഗന്ധദ്രവ്യങ്ങൾ കൂടി കച്ചയിൽ പൊതിഞ്ഞു. അവൻ ക്രൂശിക്കപ്പെട്ട സ്ഥലത്ത് ഒരു തോട്ടമുണ്ടായിരുന്നു. ആ തോട്ടത്തിൽ അതുവരെ ആരെയും സംസ്കരിച്ചിട്ടില്ലാത്ത ഒരു പുതിയ കല്ലറയും ഉണ്ടായിരുന്നു. യഹൂദരുടെ കുടുംബത്തിൻ്റെ ദിനമായിരുന്നതിനാലും കല്ലറ സമീപത്തായിരുന്നതിനാലും അവർ യേശുവിനെ അവിടെ സംസ്കരിച്ചു.
കർത്താവിന്റെ സുവിശേഷം. പ്രിയ സഹോദരി സഹോദരന്മാരെ, യേശുവിന്റെ പുനരുദ്ധാന മഹോത്സവത്തിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നമുക്ക് ഭക്തി തീഷ്ണതയോടെ പ്രാർത്ഥിക്കാം. ക്രിസ്തുനാഥൻ തൻ്റെ പീഡാസഹനവും മരണവും ഉയർത്തുന്നതിന് നേടിയ സ്വർഗീയ ജീവനിൽ പങ്കുകാരായ നമുക്കെല്ലാവർക്കും ഒന്ന് ചേർന്ന് പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളെ സമർപ്പിച്ചുകൊണ്ട് അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. ക്രിസ്തുനാഥന്റെ മണവാട്ടിയായ തിരുസഭ അവിടുത്തെ പീഡാസഹനത്തിൽ പങ്കുചേർന്നുകൊണ്ട് അവിടുത്തെ തിരുരക്തത്താൽ പൂർവാധികം ശുദ്ധികൃതയാകുവാൻ വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ക്രിസ്തുനാഥൻ കുരിശിൽ വെച്ച് ചിന്തിയ തിരുരക്തത്തിന്റെ ശക്തിയാൽ ഈ ലോകത്തിലുള്ളവരെല്ലാവരും അനുരഞ്ജനം നേടി രക്ഷ പ്രാപിക്കുവാൻ വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. രോഗത്താലും കഷ്ടതകളാലും ക്രിസ്തുനാഥന്റെ പീഡാസഹനത്തിൽ പങ്കാളികളായവർക്കെല്ലാം ശക്തിയും കാരുണ്യം നൽകുന്നതിന് അനുഗ്രഹിക്കണമെന്ന് നമ്മുടെ കർത്താവായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുക്രിസ്തുവിന്റെ പീഡാസഹനവും കുരിശുമരണം വഴി വിശ്വാസികളെയും അവിശ്വാസികളെയും ലോകമെങ്ങുമുള്ള എല്ലാ സഹോദരി സഹോദരങ്ങളെയും ഉയർപ്പിന്റെ മഹിമയിലേക്ക് നയിക്കണമെന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് ഭക്തിയോടെ ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിനെ മനുഷ്യരക്ഷയ്ക്കായി ഈ ലോകത്തിലേക്ക് അയച്ചതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പുത്രൻ മനുഷ്യരക്ഷയ്ക്കായി പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടുവെങ്കിലും മരണത്തെ അതിജീവിച്ച് ഉയർത്തെഴുന്നേറ്റുവല്ലോ. ഞങ്ങളും പാപത്താൽ മരിച്ചവരാണെങ്കിലും യേശു നേടിത്തുന്ന പ്രസാദപരത്തിൻ്റെ ശക്തിയാണ് ഞങ്ങൾ ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് നിരന്തരം പുനർജീവിക്കുവാൻ കഴിയണമെന്ന് ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കേണ്ടതെന്ന് പ്രിയ സഹോദരി സഹോദരന്മാർ, യഥാവധി കർത്താവിൻ്റെ ശരീരം സംസ്കരിക്കുന്നതിന് വേണ്ടി നമ്മൾ കല്ലറയിലേക്ക് എത്തുകയാണ്. ഭക്തിപൂർവ്വം നമുക്ക് മൃതസംസ്കാര കർമ്മത്തിൽ പങ്കെടുക്കാം. നാഥന്റെ ദിവ്യദേഹം ഇതുപോലെ സംസ്കരിച്ചിരുന്നില്ല എന്ന സംസ്കാര ഗാനം നമുക്കിപ്പോൾ ഭക്തിയോടെ ആരംഭിച്ചുകൊണ്ട് കർത്താവിൻ്റെ മൗലിക ശരീരം സംഭവിച്ച് കല്ലറയുടെ അടുക്കിലേക്ക് നിന്ന്
കൃപയോടുയർത്തങ്ങേ വരവേൽപ്പിനെത്തിയിട വരമേകണേ ലോകനാഥ. നാഥന്റെ ദിവ്യദേഹം വിധി പോലും സംസ്കരിച്ചിടും നീനാ. വിജയം വീരിഞ്ഞു പൊങ്ങും ജീവന്റെ ഉറവയാണീരം. മൂന്നു നാൾ മത്സ്യത്തിനുള്ളിൽ കഴിഞ്ഞോലും യോനാൻ പ്രവാചകൻ പോ ക്ലേശങ്ങളെല്ലാം പിന്നിട്ടു നാഥൻ മൂന്നാം ദിനമുയർക്കും. കൃപയോടുയർത്തങ്ങേ വരവേൽപ്പിനെത്തിയിട വരമേകണേ ലോകനാഥ. പതിനാലാം സ്ഥലം. മിശിഹായുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് വിശുദ്ധ കുരിശാൽ ലോകത്തെ വേണ്ടി രക്ഷിച്ചു. അനന്തരം പീലാത്തോസിന്റെ അനുവാദത്തോടെ റാംസാക്കാരനായ ഔസേപ്പ് ഈശോയുടെ മൃതദേഹം ഏറ്റെടുത്തു. 100 റാത്തരോളം സുഗന്ധക്കൂട്ടുമായി നിക്കദേമോസും അയാളുടെ കൂടെ വന്നിരുന്നു. യൂദന്മാരുടെ ആചാരമനുസരിച്ച് കച്ചകളും പരിമളദ്രവ്യങ്ങൾ കൊണ്ട് ശരീരം പൊതിഞ്ഞു. ഈശോയെ കുരിശിൽ തറച്ചെടുത്ത് ഒരു തോട്ടവും അവിടെ ഒരു പുതിയ കല്ലറയും ഉണ്ടായിരുന്നു. ശാബദം ആരംഭിച്ചിരുന്നതുകൊണ്ടും കല്ലറ അടുത്തായിരുന്നതുകൊണ്ടും അവർ ഈശോയെ അവിടെ സംസ്കരിച്ചു. അങ്ങ് എൻ്റെ ആത്മാവിനെ പാതാളത്തിൽ തള്ളുകയില്ല. അങ്ങേ പരിശുദ്ധൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കുകയുമില്ല. അനന്തമായ പീഡകൾ സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിച്ച മിശിഹായെ, അങ്ങയോടുകൂടി മരിക്കുന്നവർ അങ്ങയോടുകൂടി ജീവിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു. മാമോദിസ വഴിയായി ഞങ്ങളും അങ്ങയോടുകൂടെ സംസ്കരിക്കപ്പെട്ടിരിക്കുകയാണല്ലോ. രാവും പകലും അങ്ങേ പീഡാനുഭവത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് പാപത്തിന് മരിച്ചവരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ തന്നെ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പ്രിയമുള്ളവരെ, ഈശോയുടെ ഭൗതിക ശരീരം കല്ലറയിൽ സംസ്കരിക്കുന്ന സമയമാണ് ഇപ്പോൾ. നമുക്ക് ഭക്തിയോടെ കർത്താവിൻ്റെ ഭൗതിക ശരീരം എടുത്ത് കല്ലറയിലേക്ക് സംസ്കരിക്കാം. ഒപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ജീവിതവും ഒരു കല്ലറയെ അഭിമുഖീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. ഒരിക്കൽ ഒരു കല്ലറ എനിക്കും ഒരുക്കപ്പെടുമ്പോൾ, ദൈവമേ, ഉദ്ധാനത്തിലേക്ക് എന്നെ നയിക്കുന്ന കല്ലറയാകണമേ അത്. സ്വർഗത്തിലേക്ക് എത്തിപ്പെടുന്നതിനുള്ള വഴിയായി എൻ്റെ കല്ലറയെ സ്വീകരിക്കാൻ എന്നെ കൂടെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ മൃതശരീരം നമുക്ക് സംസ്കരിക്കാം.
ലോകത്തിലാഞ്ഞു വീശി സത്യമാം നാഗത്തിൻ ദിവ്യകാന്തി സ്നേഹം നിറഞ്ഞിറങ്ങി പാവന സ്നേഹ പ്രകാശതാരം നിന്നീച്ചുമർത്തിന സ്നേഹത്തിളമ്പീനെ നിർദ്ദയം ക്രൂശിലേറ്റി നന്ദിയില്ലാത്തവർ ചിന്തയില്ലാത്തവർ ആധാ പൊറുക്കേണമേ നിൻ പീഡയോർത്തോർത്തു കണ്ണീരൊഴുക്കുവാൻ നൽകേണമേ നിൻ വരങ്ങൾ ഇങ്ങോട്ട് തന്നെ പോരെ, ഇങ്ങോട്ട് തന്നെ അവിടെ തന്നെ